ഇത് ടെറസിൻ്റെ മുകളിൽ ഞാൻ പിടിപ്പിച്ചിരുന്നതാണ്. ഇതല്ലേ 30 വർഷമായിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ ചെടികളെല്ലാം പിടിപ്പിച്ചു. നമ്മുടെ കോളിഫ്ലവർ അതെല്ലാം പിടിപ്പിച്ചു. ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം ഹസ്ബൻഡ് പറഞ്ഞു, ഇനി ടെറസിൻ്റെ ഒന്നും ചെയ്യണ്ട, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വല്ല വീടൊക്കെ ചെയ്ത് പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേപ്പറിലും ടി വിയിലൊക്കെ വന്നതാണ്. 30 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. കൊച്ചിൻ പോർട്ടിലെ ഉദ്യോഗസ്ഥ മട്ടുപ്പാവ് കൃഷി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിൽ വന്നതാണ്, മനോരമ മാതൃഭൂമിയിലൊക്കെ. പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നടണം. നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിലും വേപ്പിലയും മുളകും ഇഞ്ചിയും ഒക്കെ വേണമല്ലോ. അപ്പം ഞാൻ എന്തായാലും 4 സെൻറ്റ് സ്ഥലമാണ് എങ്കിലും ഞാൻ അതിൽ ഒരു ചെറിയൊരു സ്പേസ് കണ്ടെത്തി ഞാൻ അതിൽ പച്ചമുളക്, വേപ്പില, പിന്നെ നമ്മുടെ പുതിന ഇതെല്ലാം ഞാൻ അതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കാന്താരി മുളകൊക്കെ ഞാൻ അതിൽ നിന്ന് എടുത്തു. വഴുതനങ്ങ ഒരു സെറ്റ് കഴിഞ്ഞു. എനിക്കതൊക്കെ ഒരു കൊച്ചു ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഇതെല്ലാം മുരിങ്ങയില ഇപ്പോൾ മുഴുവനും പറിച്ചതാട്ടോ, കംപ്ലീറ്റ് കുറേയൊക്കെ ഉണ്ടായിരുന്നു മുരിങ്ങ. ഇതെല്ലാം ആ കൊച്ചു സ്ഥലത്താണ് ഞാനിതിപ്പോൾ നട്ടേക്കുന്നത്. നമ്മുടെ താഴെ ഹസ്ബൻഡിന് താല്പര്യമില്ലാത്തതാണ് ഈ ഒരു കാര്യം. വേണ്ട, നിങ്ങൾ ഈ വയസ്സാം കാലത്തിന് വല്ല തെന്നി വീഴുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കിത് എന്തോ മരണം വരെ ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൂക്കളും ചെടികളും എല്ലാം. അത് ആ ഒരു കൊച്ചു സ്ഥലത്ത് പിടിപ്പിച്ചതാണ് ഈ പുതിന. ഇതെല്ലാം കൂടെ എൻ്റെ ഒരു സന്തോഷത്തിന് അങ്ങനെ പിടിപ്പിച്ചതാണ് ഈ കാണുന്ന എല്ലാ ഐറ്റംസും കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. ഇതിൽ നിന്നൊരു എന്താ പറയുക, ഒരു വെണ്ടയ്ക്ക ഉണ്ടായി കാണുമ്പോഴും. ചേമ്പ് ഇപ്പോൾ 2 സെറ്റ് പറിച്ചു. പുതിന കുറേ പാട് വിട്ടു ഇതൊന്ന് പിടിച്ചെടുക്കാൻ. എനിക്കെന്തോ പിടിക്കുന്നില്ലായിരുന്നത്. പക്ഷെ ഇപ്പം അത് റെഡി ആയിട്ടോ, നല്ല വൃത്തിയായിട്ട് കിട്ടി. അതൊരു ഭാഗ്യം. അങ്ങനെ എന്തായാലും ഇത് എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനിത് നട്ടതാണ്. ഇപ്പോൾ ഈ വേപ്പില തന്നെ, നമ്മൾ ഈ വാങ്ങുന്ന വേപ്പില എല്ലാം മരുന്നടിച്ചതല്ലേ. ഈ ഒരു ഇതുള്ള വേപ്പില നമ്മൾ ആ കറിക്കൊക്കെ ഇടുമ്പോൾ തന്നെ എത്രമാത്രം അതിൽ വ്യത്യാസം വരും. അതുകൂടാണ്ട് ഇത് സാധാരണ പച്ചമുളക് തന്നെയാണ് കേട്ടോ. നമ്മുടെ വാങ്ങുന്ന ആ മുളക് ഞാൻ വെറുതെ പാവിയിട്ട് അത് പിടിപ്പിച്ചേക്കുന്നതാണ്. ഇതെല്ലാം വേപ്പില ഞാനിപ്പോൾ ഒരു 3 സെറ്റ് വേറെ ഒരു സ്ഥലത്തും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേപ്പില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നിന്നാണ് ഞാൻ വേപ്പില എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഒരു മുല്ല, അത് സ്റ്റെപ്പ് കയറുന്നതിൻ്റെ അവിടെ ഇവിടെ മണ്ണൊന്നുമില്ല, എല്ലാം ചെടിച്ചട്ടിയിൽ തന്നെയാണ്. അത് ആ മുല്ല, അത് കാണുമ്പോൾ ആ മുല്ല രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല സ്മെല്ലായിരിക്കും. പിന്നെ ഇത് താഴെ വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു 26 വർഷമായിട്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റാൻഡിൽ വെച്ച് ഈ പൂക്കളും ഇതെല്ലാം പിടിപ്പിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ മഴ കൊണ്ടാണ് ഇതിപ്പോൾ എല്ലാം പോയത്. അതിൻ്റെ താഴെ ചുമ്മാ ഈ നമ്മുടെ ഫിഷ് ടാങ്കിലെ ഞാൻ കുറച്ച് ആമ്പലും താമരയൊക്കെ പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ അത് കുറച്ച് റോസ് പൂക്കൾ. നമുക്ക് ഇതൊക്കെ വിരിഞ്ഞ് കാണുമ്പോഴേക്കും നല്ല സന്തോഷം കിട്ടുമല്ലോ, അതുകൊണ്ട് മാത്രമേ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ കോമ്പൗണ്ടുകളുടെ പുറത്താണ് ഈ ആൾക്കാർ കൊണ്ടുവന്ന് മണ്ണും ചരലും എല്ലാം അല്ലെങ്കിൽ നമ്മുടെ മതിൽമേലടിക്കും. അതടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂത്രപ്പണി ചെയ്തതാണ്. നമ്മുടെ ഈ ശവന്നാറി ചെടി, വിൻകറോസിയം തോന്നുന്നുണ്ട്, ബൊട്ടാണിക്കൽ അത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചത് കൊണ്ട് ഒരു ശല്യമില്ല. ഇത് ഇഷ്ടംപോലെ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ട് കിട്ടുന്നത്. അതുകൊണ്ടിപ്പോൾ നമ്മളൊരു ലാൻഡ് മാർക്കാണ് ഈ ആത്തച്ചക്ക. ഇതെല്ലാം ഇതിലിഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്.